it down. We gon' burn it down. Burn it down. I killed it, it's murder. 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 I killed it, it's murder, go crazy, berserker. 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 Show them. Change the station with a new shit. Show them. Change the station with a new shit. Change the station. Change the station. Change the station with a new shit. With a new shit. Change the station. Change the station. Change the station with a new shit. With a new shit. It's murder. അത് മതി ഇൻട്രോ ഒക്കെ അത് മതി. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഗൈസ്? ഓക്കെ ഇന്നധികം സംസാരമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ്സിലായിരിക്കുന്നത് കൈസ്, അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റൂല. ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പോൾ ലൈവ് വന്നതാ. ഞാൻ നേരത്തെ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഡോളിൻ്റെ മമ്മി പിടിക്കും. പുള്ളിക്കാർ ടി വി കാണുമ്പോൾ എൻ്റെ ലൈവ് പൊന്തി വന്നു കഴിഞ്ഞാൽ വന്ന് ചോദിക്കും, നീ എന്താണ് അവിടെ നിന്ന് ചെയ്യണത്? അതുകൊണ്ട് ഞാൻ നൈസിനെ യൂട്യൂബ് ഓഫാക്കി. ഞാൻ അറിയാണ്ട് ഇട്ടുപോയതാ യൂട്യൂബിൽ. എന്നിട്ട് ഞാനിപ്പോൾ കിക്കിൽ വന്നു. ഇവിടെ ആകുമ്പോൾ എന്തായാലും ആരും കാണൂല, അതുകൊണ്ടൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഭയങ്കര ബോറടി. ഈ മണ്ടൻ എന്തൊക്കെയോ പറയുന്നത്. ഇവൻ ഇറ്റലിക്കാരൻ എന്തുകൊണ്ട് ഇവൻ്റെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്കാണ് ഒരു 10 മിനിറ്റ്. ഇവൻ വന്നിട്ട് ഇവൻ്റെ സംസാരം ഞാൻ കേൾപ്പിച്ചാൽ എൻ്റെ അമ്മ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവൻ്റെ ഡയലോഗ് അടിയും കൂടെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തോ, എറർ ഗെയിമർ ലൈവ് വന്നെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമുക്ക് ഫോർസയിൽ കുറച്ച് നേരം വണ്ടിയിൽ ഓട്ടിച്ച് കളിക്കാം. അപ്പോഴത്തേക്കും മിക്കവാറും ഡോളെണീറ്റ് വരും. ഡോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഡോളെണീറ്റ് വന്നു കഴിഞ്ഞാൽ ഡോളിൻ്റെ വക വല്ലതും കേൾക്കായിരിക്കാം. പിന്നെ കുഴപ്പമില്ല, ഡോളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഡോളിൻ്റെ മമ്മി വാതിൽ തുറന്ന് വരാതിരുന്നതായിരുന്നു. ഫേസ് ക്യാം ഓണാക്കാൻ പറ്റൂല, കാരണം ക്യാമറയിൽ ചിലപ്പോൾ ഓരോന്നെല്ലാം പിടിച്ച് അടിക്കണമെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് ട്രോളാക്കും. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയിട്ടു. അത് വേണ്ട. ഇങ്ങനെ പഠിക്കാണ്ട് ഗെയിമും കളിച്ചിരുന്നു. ഞാൻ ഇപ്പം എണീറ്റതുള്ളൂടാ, കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ രാവിലെ 10 മണിയാവുന്നുള്ളൂ. ഞാനൊരു 8:45 9 മണിയായപ്പോൾ എണീറ്റു. ക്ലാസ് 9:10. കുറച്ച് നേരം ക്ലാസ് ഇരുന്ന് പിന്നെ ബോറടിച്ച്. എന്നാൽ പിന്നെ കുറച്ച് നേരം ലൈവ് വരാമെന്ന് വിചാരിച്ചു. അവനോട് എടാ തെറിയെന്ന് പറയാൻ പറ്റില്ലടാ, തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യും. പുണ്ടച്ചി ഉല്ലാസ് കൊള്ളാം, എനിക്കറിയാം. ഓൺലൈൻ ക്ലാസ്സാണോ അത്? ഞാനിന്ന് പോയില്ല, ഇന്ന് കോളേജിൽ പോയില്ല. അടുത്ത ആഴ്ച കൊണ്ടേ ക്ലാസ്സുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ്.
ഇനി പരീക്ഷ അതിലെന്ത് പഠിച്ച് എന്ത് എഴുതാൻ അണ്ടി പരീക്ഷ പൊട്ടും. ഞാൻ എന്തായാലും പൊട്ടാനുള്ള പരീക്ഷ എന്ന് തോന്നുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ട്രീമിങ് തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും അറിഞ്ഞ് സംഭാവന ചെയ്യുക ഗൈസ്. അതിപ്പോഴല്ലേ, ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ പറയാം. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പഠിച്ച് പാസ്സായിട്ട് വേണം വലിയ ആളാവാൻ. ആരാ ഈ പറയുന്നത്? ആരാ ഈ പറയുന്നത്? വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, നീ തന്നെ ഇത് പറയണം കേട്ടോ. നീ തന്നെ ഇത് പറയണം ഓസ്കോ. എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത മാസം. 4 മിനിറ്റുള്ള യൂട്യൂബ് സ്ട്രീം കണ്ട് ഇവിടെ വരെ എത്തി. കിങ്കൂതി നീ അധികം ഡെയിലി അടിക്കണ്ട, നീ അല്ലെങ്കിൽ വരില്ല എന്ന് എനിക്കറിയാം. റയൻ എൻ വി ഹലോ. ഞാനും പഠിക്കല്ലേ. അതെ ഇതെന്താ പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ. അതെ പതിവില്ലാത്ത ശീലങ്ങളാണല്ലോ ഇറക്കിയാറ് മൊത്തം. യൂട്യൂബ് അങ്ങ് ഇറങ്ങി ഏറ്റെടുക്കും. എടുക്കും. അയ്യോ, എനിക്കാണ് പേടിയാവും. ഓളെൻ്റെ മമ്മിയല്ലോ വാതിൽ തുറന്ന് വരുമോ, അതാണ് പേടി. വന്നു കഴിഞ്ഞാൽ നേരെ ഈ കമ്പ്യൂട്ടർ അങ്ങ് കാണും. സ്ക്രീനിൽ ഞാൻ ഗെയിമും കളിക്കും. അയ്യോ, സീനായിരിക്കും ഗൈസ്, സീനായിരിക്കും, വല്ലാത്ത സീനായിരിക്കും. ഡോളിൻ്റെ മമ്മി വരുന്നതിനേക്കാളും സീനായിരിക്കും ഡോള് വാതിലും തുറന്ന് വന്നു കഴിഞ്ഞാൽ. ഡോളിപ്പോൾ കിടന്നുറങ്ങാം, അതുകൊണ്ട് ഇന്ന് ലീവാണ് ഡോള്, അതുകൊണ്ട് വരില്ല എന്ന് വിചാരിക്കും. ക്യാമറ ഓണാക്കിയാൽ അടി കിട്ടുന്നത് കാണാമായിരുന്നു, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആക്കുന്നത്. അടിയൊന്നും കിട്ടൂല, വെറുതെ വന്നിട്ട് കലബല എന്ന് പറഞ്ഞ് പറയും ഡോള്. എന്താണ് അവിടെ പരിപാടി എന്ന് ചോദിക്കും. ഞാനെന്തിനിങ്ങനെ വെറുതെ വണ്ടി ഓട്ടിക്കുന്നത്? എന്നാൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് റേസിങ്ങിൽ തീർക്കാം, ഗെയിമെങ്കിലും തീർന്നോട്ടെ. ക്യാമ്പയിൻ എവിടെ? ക്യാമ്പയിൻ എങ്ങനെ എടുക്കുന്നത്? വേൾഡ് മാപ്പ് ക്യാമ്പയിൻ എടുക്കുക. ക്യാമ്പയിൻ ഏതെങ്കിലും തീട്ടം കളിച്ചങ്ങ് തീർക്കാം. ഈ പന്ന ഗെയിമങ്ങ് തീർത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. ഇത് റെസ്റ്റ് ബാൻഡ് എന്തെന്നാ ഈ റെസ്റ്റ് ബാൻഡ്? എന്നാൽ പിന്നെ അവിടേക്ക് പോവാം. ഹൊറൈസൺ ഡൈക്കോക്കു സർക്യൂട്ട്, എന്നാൽ പിന്നെ അവിടേക്ക് തന്നെ പോവാം. അവിടേക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഫാസ്റ്റ് ട്രാവലിംഗ് ഇല്ല കേസ് അവിടെ. ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? അല്ലല്ല, ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് കട്ട് ചെയ്യാറില്ല ഗൈസ്. ഞാൻ നോർമലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇവിടെ ഇത്തിരി ഒച്ചത്തിൽ സൗണ്ട് ഓണാക്കി വയ്ക്കും സ്കൂളിൽ പോകാത്ത ദിവസം, എന്നിട്ട് റീൽ കാണും. മനസ്സിലായി? ലൈവ് ഇട്ട് എന്തായാലും പിടിക്കും. നോർമലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്കെന്തോ റീൽ കാണാനൊരു മൂഡില്ല, അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ലൈവ് വരാമെന്ന് വിചാരിച്ചു. ക്ലാസ് ഇവിടെ സൗണ്ട് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കും, അതാ പ്രശ്നം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതെ അനിയൻ വരും കിട്ടി. ഇല്ല, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലിപ്പോൾ എത്ര 1 മണി 2 മണി, അവൻ ജോലിക്ക് വേദ. അവൻ വന്നാലും കുഴപ്പമൊന്നുമില്ല, അവൻ വരുമൊന്നുമില്ല. അപ്പോൾ വന്നാലും പ്രശ്നമില്ല. എക്സാം ഞാൻ പൊട്ടുമെന്ന് എനിക്ക് തോന്നണം കഴിച്ച്. എന്തോ എൻ്റെ മനസ്സ് പറയും ഞാൻ ഈ പരീക്ഷ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താകും? അതാണ് എൻ്റെ ഒരു പേടി. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പറ കേസ്, എന്ത് ചെയ്യും ഞാൻ? എങ്ങാനും ഞാൻ എക്സാമിന് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താക്കും ഞാൻ? അണ്ടറിന് വെട്ടി ഹോയ് ഹോയ്. പിന്നെ എഴുതണം. പിന്നെ എന്തെന്നാ ഇത്? പിന്നെ ഇരുന്ന് എഴുതാമെന്നത് സമയം തരുന്നില്ല. ഒരൊറ്റ ചാൻസും കൊണ്ട് തരും. ആ ചാൻസിൽ പാസ്സായില്ലെങ്കിൽ പോയി ഓമ്പിക്കുമെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അക്ഷയ് PP ഹലോ. അല്ലാണ്ട് കുറേ ചാൻസൊന്നും തരുന്നില്ല. ഇവർക്ക് എന്നെ പാസ്സാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പരീക്ഷ പാസ്സാവേണ്ടത് എൻ്റെ താല്പര്യം, എൻ്റെ ഇതുപോലെ ഇരിക്കും. മനസ്സിലായോ? അല്ലാണ്ട് 100% വിജയത്തിന് വേണ്ടിയിട്ട് കുനിഞ്ഞിരുന്ന് പരീക്ഷ പാസ്സാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അറിഞ്ചം പറഞ്ഞ സ്ട്രീം ചെയ്യുക. അവിടെ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉണ്ടം പോലും കിട്ടൂലടാ. മനസ്സിലായോ?
നാട്ടിലാണെങ്കിൽ പിന്നെയും പോട്ടെ നോക്കാം, എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് തട്ടിമുട്ടി പോയി. ഇവിടെ അതൊന്നും പരിപാടി നടക്കില്ല. എക്സാം എങ്ങാനും പൊട്ടിയാൽ മിക്കവാറും ഡോള് ചന്തയിൽ ചട്ടുകം ചൂടാക്കി വെക്കും. മിക്കവാറും നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ലാപ്പിലാണോ സ്ട്രീം? അല്ല ബ്രോ, PC-ലാണ്. ലാപ്ടോപ്പിൽ ഞാൻ ക്ലാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അറ്റൻഡൻസിന് വേണ്ടിയിട്ട്. ഡോള് ചേച്ചിയോർ ഡോള് ചേച്ചിൻ്റെ മോൻ വന്നാൽ 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ബോംബുകൾ നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ലൈവ് ഉണ്ട്. അതെ അതെ അതെ, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല, അറ്റൻഡൻസ് ഒന്നും മാൻഡേറ്ററി ഒന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു സമ്മാനത്തിന് വെറുതെ ഓണാക്കി വെക്കുന്നത്. ഇവിടെ അറ്റൻഡൻസും കിണ്ടിയൊന്നുമില്ല. നീ വേണമെങ്കിൽ വന്നാൽ മതി, വേണമെങ്കിൽ പഠിച്ചാൽ മതി, പഠിച്ചാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഊമ്പിയാൽ നീയേ ഊമ്പുള്ളൂ എന്നുള്ള സ്കീമാണ്. മനസ്സിലായോ? ഉമ്മാർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഓപ്പൺ ബുക്സ് ചില എക്സാം മാത്രമേ ഓപ്പൺ ബുക്കുള്ളൂ, എല്ലാം ഓപ്പൺ ബുക്കല്ല. ഇത് KT ആണെന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് KT അല്ല കേട്ടോ. എത്ര നേരം ഉണ്ട് ക്ലാസ്? ക്ലാസ് ഒരു ഇന്ന് രാത്രി വരെ ക്ലാസ്സാണ്. 3 ഡോളണിറ്റ് ഇല്ല, ഡോളണിറ്റ് അല്ല. എന്തൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. പാസ് മാർക്കെങ്കിലും സെറ്റാക്കണം. പാസ്സാവുമെന്ന് അറിയില്ല. അപ്പോഴാണ് പാസ് മാർക്ക്. ഞാൻ മാസ്റ്റേഴ്സ് MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. പഠിക്കുന്നൊന്നുമില്ല, ക്ലാസ്സിലിരിക്കുന്നു. MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ പോവാറ്. അങ്ങനെ പറയുന്നത് നല്ലത്. എനിക്കൊക്കെ 100% അറ്റൻഡൻസ് ഉണ്ട് പട്ടി യൂണിവേഴ്സിറ്റി. അല്ല, നിനക്കൊക്കെ എന്തിനാണ് 100% അറ്റൻഡൻസ്? നീ JEE എഴുതി പൊട്ടിയണല്ലേ? ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, എനിക്ക് JEE കിട്ടാഞ്ഞത് ഞാൻ ജനറൽ ആയതുകൊണ്ടാണ്. എനിക്ക് 1 മാർക്കിനാണ് JEE മെയിൻസിൻ്റെ സെലക്ഷൻ പോയത്. 1 മാർക്കിന് 2 മാർക്കിനാന്തോ. ഞാൻ ജനറൽ ആയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വല്ല NIT-ലും പഠിച്ചുകൊണ്ടിരുന്നതാണ്. അല്ല, പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല വേറെ വല്ല ജോലി കയറി തന്നെ വേറെ കാര്യം. ജർമ്മനോ? അത് ജർമ്മൻ. പേഴ്സൻറ്റേജ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പേഴ്സൻറ്റേജ് അല്ലടാ, മാർക്കല്ലേ. പാസ് മാർക്ക് എത്രയാണ്? 119 ആയിരുന്നു. 110 120 ആയിരുന്നു JEE മെയിൻസിൻ്റെ. ഔട്ട് ഓഫ് 300 360 ഉണ്ടോ? പക്ഷെ വേറെ കാര്യം, വെറുതെ ലിസ്റ്റിൽ കയറിയിട്ടൊന്നും കാര്യമില്ല. നല്ല NIT-ലൊന്നും കയറാൻ പറ്റില്ല. NIT-ലെ കുറേ എണ്ണം പൊട്ടന്മാർ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ? ഫസ്റ്റ് ടൈം സീയിങ് ഇറങ്ങിയപ്പോൾ ലൈക്ക് ദിവസം. അതെ അതെ, എന്തെല്ലാം കാണും, എന്തെല്ലാം ഉണ്ടെന്നറിയാം ഗൈസ്. എന്തെല്ലാം പറയാനുണ്ട്. ഒന്നും പറയാനുള്ള അവസരം എനിക്ക് കിട്ടുന്നില്ല, അതാ പ്രശ്നം. എന്താ അറിയില്ല, എനിക്ക് എക്സാം ഭയങ്കര പേടി. ഞാനിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗൈസ്, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണീക്കും. ഈ പരീക്ഷ പൊട്ടല്ല ദൈവമേനോർത്തിട്ട്. ആ ഞെട്ടിണീക്കൽ എനിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് മാതിരി. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണീക്കും പരീക്ഷ പൊട്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ട്രോമയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണിട്ടിട്ട് ഞാൻ ആലോചിക്കും, എന്ത് എക്സാം, ഞാൻ പഠിക്കാനൊന്നും പോകണില്ലല്ലോ, ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വെറുതെ പെണ്ണും കെട്ടി സൂയിക്കില്ല എന്നുള്ളത് ആലോചിക്കും. പിന്നെയാണ് ആലോചിക്കണം, അയ്യോ മയില് ഞാൻ മാസ്റ്റേഴ്സിന് കയറിയിട്ടുണ്ടല്ലോ. ഇത് നേരത്താണോ ഈ വണ്ടിക്കെല്ലാം പോയി ചേരാൻ തുടങ്ങി. കുറേ പൈസയും പോയി, മനസ്സമാധാനം കളയുന്നു. വെറുതെ മാസ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പോകേണ്ടിയിരുന്നില്ല, വല്ല ജോലിക്കും കയറിയായിരുന്നു. ഇത് നേരത്താണോ ഞാൻ ആലോചിക്കുന്നതിലെല്ലാം. ഭയങ്കര ടഫാണ്. എടാ പഠിക്കണടാ, പഠിക്കാൻ എനിക്ക് വയ്യ. കുത്തിയിരുന്ന് പഠിക്കാനൊന്നും വയ്യ.
വേറെ പണിയില്ല. ഇങ്ങനെ പഠിച്ചോണ്ട് നടന്നാൽ മതി. ഗെയിം കളിക്കണ്ടേ നമുക്ക്? നിങ്ങളെന്നെ പറ, ഗെയിം കളിക്കണ്ടേ? ഞാനധികം ഒച്ചയിൽ സംസാരിക്കാത്തത് വീട്ടുകാർ ചിലപ്പോൾ ഒന്ന് പിടിക്കും. എടാ, ഞാൻ ലൈവുള്ള കാര്യം ഗ്രൂപ്പിലൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തേക്കും ഇത് ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. യൂട്യൂബിലിട്ടാൽ പിടിക്കും എന്നുള്ളതുകൊണ്ടാണ് കിക്കിലിടുന്നത്. കിക്കിൽ വന്ന് പിടിക്കല്ലേ. ഇതെന്ത് നീട്ട് ലെഫ്റ്റ് ഇട്ട് കണ്ടായിട്ട് ഈ സ്ഥലത്ത് ഇങ്ങോട്ട് അല്ല അങ്ങോട്ടും ഇങ്ങോട്ട് വളച്ചോട്ട്. എവിടെ നിന്ന് ആക്ഷൻ പഠിച്ചാണോ? എവിടെ ഞാൻ ശരിക്കും ക്ലാസ്സിലാടാ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോൾവിങ് ദി ബെൽമാൻ ഇക്വേഷൻ. വേണേൽ ഗൂഗിളിൽ നോക്കിയോ, ബെൽമാൻ ഇക്വേഷൻ ഫോർ MRP. അതാണിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഷീൻ ലേണിംഗ് അറിയെങ്കിൽ അതിനകത്തത്തെ റീഇൻഫോഴ്സ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം അതാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് MRP മല്ലൂർ റോൾ പ്ലേ അല്ല. അതാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എന്തോ പഠിപ്പിക്കുന്നുണ്ട്. എന്തോ വണ്ടിയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കുന്നത്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഞാൻ എന്തിനാ ഈ മെഷീൻ ലേണിംഗ് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്താ ആവശ്യമുണ്ട് ഇതെല്ലാം പഠിക്കേണ്ടത്? എന്തിനാ എന്നെ ഇതെല്ലാം പഠിപ്പിക്കും? ഒരു ഐഡിയ ഇല്ല. ഇതേതാ സൂപ്പറേ? ഇതേതാ വണ്ടി? ഏതോ ലാപ്പാണല്ലോ, ലാപ്പ് റേസിങ്. ഇറ്റലിക്കാരൻ്റെ സൗണ്ട് കേൾപ്പിക്കും. അപ്പോൾ ഇറ്റലിക്കാരനാണോ അറിയില്ല. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കാം. പൊട്ടുമല്ലോ തന്നെ. പരീക്ഷ എന്തായാലും പൊട്ടും. ഈ റേസിൻ്റെ ആയിരുന്നു. അല്ല കേസ്, നിങ്ങൾക്ക് ഈ രാവിലെ പണിയൊന്നുമില്ലേ? നിങ്ങളെന്താ വർക്ക് ഫ്രം ഹോം ആണോ നിങ്ങളെല്ലാവരും? അതോ വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കണം? അത് വേറെ ക്യാമറ ലൈവ് എല്ലാം മാറ്റി വെച്ച് വരുന്ന ആൾക്കാരാണ്. വാവ്, ഡൈ ഹാർഡ് ഫാൻസാണോ നിങ്ങൾ? ഇത് ലീവാണ്, വെക്കേഷൻ അല്ല. വെക്കേഷൻ ബ്രോ എത്ര പഠിക്കണേ? 8ാം ക്ലാസ്സിലോ? രണ്ട് ലാപ്പുണ്ട്, അതാണ് പ്രശ്നം. ഇറങ്ങി അവർക്ക് കിടലും കളിയില്ല. ഡിഗ്രി സെക്കൻഡ് ഇയറിനൊക്കെ ഇപ്പോൾ എന്ത് വെക്കേഷൻ? ഈ സമയത്താണോ വെക്കേഷൻ? ബസ്സിലാണ് പടം കണ്ടിട്ട് വരാം. ഇപ്പോൾ എഴുന്നേറ്റുള്ള എക്സാം ബ്രേക്കാണ്. വെക്കേഷനാണ്, സെം ബ്രേക്ക്. ഓക്കെ ഓക്കെ. മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. മിക്കവാറും ഇപ്പോൾ ആരെങ്കിലും അത് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ തട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഓൾട്ടപ്പർ അടിക്കും കേട്ടോ. സൗണ്ട് ഉണ്ടോ? ഞാൻ ക്ലാസ്സിലാണ്. അധികം സൗണ്ടൊക്കെ സംസാരിക്കാൻ പറ്റില്ല. ഗൈസ്, ആരെങ്കിലും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഡെയിലി ജോലിക്ക് പോയാൽ ബോറടിക്കുക, അതുകൊണ്ട് ലീവാക്കാം. ഗുഡ് ബ്രോ. ഡെയിലി ലീവാക്കാം, അപ്പോൾ വീട്ടിലിരിക്കാം. ഇറങ്ങി അവർ ജയിച്ച്, ഈസി ആയിട്ട് ജയിച്ച്. കണ്ട നിങ്ങൾ അത്രേ ഉള്ളൂ. എല്ലാം കളികളെ ഇറങ്ങി അവിടെ. അല്ലെങ്കിൽ
മിററിൻ്റെ ലൈവ് ചെയ്ത മദാമയൊക്കെ വന്നു, അതൊക്കെ വരും. സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മദാമയും ഓരോന്നെല്ലാം വരും. ജൂണിൽ എനിക്ക് സെം എക്സാമാണ്, സെയിം ഫിയർ ആസ് യു. ഹിന്ദിയാണ് എനിക്ക് സീനോ. ഹിന്ദിയിലും എന്താ നീ പഠിക്കുന്നത്? നീ എന്ത് എക്സാമാണ് നീ പഠിക്കുന്നത്? ഗെയിമർ റേസ് ജയിച്ചു. എക്സാമിൽ അറിയില്ലടാ, ഫേസ് ക്യാം ഒന്നും ഇല്ല ബ്രോ. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിലാണ് ലൈവ് ഇടുന്നതേ വലിയ കാര്യം. അപ്പോഴാണ് ഫേസ് ക്യാം. ഗെയിമർ ഫേസ് ക്യാം ഉപേക്ഷിക്കാൻ പോവാം. ഇനി ഫേസ് ക്യാം ഇല്ല, ഇനി ക്യാമറ ഇല്ലാണ്ട് ലൈവ് വരാൻ പറ്റാറില്ല. അതാണ് ഈസി. അതാകുമ്പോൾ എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ലൈവ് ഇടാം. ഹി 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 ഹി. എങ്ങനെയുണ്ട് ഐഡിയ? നൈറ്റ് ലൈവ് ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു ലൈവ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നോക്കട്ടെ. രാത്രി വേറെ ലൈവ് ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ട്. ഈ ബുധനാഴ്ച ഫുൾ ഡേ ക്ലാസ്സാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ക്ലാസ്സാണ്. 3 സബ്ജക്റ്റ് ഉണ്ട്. ഇടയിലൊരു 1-2 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കുള്ള സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടികളിൽ അത് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പരിപാടി. മനസ്സിലായില്ലേ? ഈ ഫ്രഞ്ച് നീ എന്ത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? സെക്കൻഡ് സെമിനാർ ലാംഗ്വേജ് പേപ്പറൊക്കെ ഉണ്ട്. അത് എന്തിനാണ് പഠിക്കുന്നത്? ഫ്രഞ്ച് പഠിച്ച ഫ്രഞ്ച് കേസ് കിട്ടും? ഇല്ല. ഒരുമാതിരി കോഴിക്കോട് പോയാൽ കുണ്ടറടി കിട്ടുമെന്ന് ചോദിച്ചാൽ ബൈ സൗണ്ട് എവിടെയാണ്? എടേ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. എൻ്റെ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തത്തിൽ സംസാരിക്കാം, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. ഓക്കെ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഇൻ്റഗ്രേറ്റഡ് MCA BCA + MCA ഇത് ഇക്വേഷനാണ്. അതെ, ബാറ്റ്മാൻ്റെ പുതിയൊരു ഗെയിം ഇറങ്ങിയിട്ടുള്ള ആ ഒരു കിടില ഗെയിം ലെഗോ ബാറ്റ്മാൻ. എനിക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കളിക്കണമെന്നുണ്ട്. ഡെസ്റ്റിനേഷൻ. അപ്പം ഈ സാധനം അടിച്ചിട്ട് പോവാം. ബാഡായി ബ്രോ, ബാഡായി. എന്ത് ചെയ്യാനാ? ഗെയിമർ പണ്ടേ ഒരു ബാഡിയാന്നല്ലേ പറയാം. എല്ലാവരും ഷെയർ ചെയ്യുക ഗൈസ്. ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് ഇറക്കിയപ്പോൾ ലൈവ് എന്നാരും പറ കേട്ടോ. ഫോർസ ഹൊറൈസൺ 6 കൊള്ളാം. അത് നമുക്കധികം ശബ്ദം ഉണ്ടാക്കാതെ പോയിട്ട് റേസ് ജയിച്ചിട്ട് വരാം. റേസ് നോക്കാമല്ലോ. ഇപ്പോൾ ഇതിൽ ചാറ്റ് ഇടണം. ഷെയറാണ്. ഇല്ല നമ്മൾ കിടന്നുറങ്ങാം. നമ്മൾ ചാറ്റിനിടില്ല, പേടിക്കണ്ട. നല്ല ഉറക്കാം. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഫോണും നോക്കൊന്നുമില്ല. നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞാൽ ഫോണൊക്കെ കയ്യിലെടുക്കുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, സേഫാണ്.
സാധാരണഗതിയിൽ എടുക്കാറില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയില്ല. ലല്ലു ആയടാ വേറെ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പലതവണ വന്നു. അറിയില്ല ഗെയിം കളിക്കുമ്പോഴേ ബാക്കിൽ ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കും. ഞാൻ ഇപ്പോൾ എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് തിരിഞ്ഞ് വെക്കുന്നുണ്ട്. ഡോൾ ക്യാമറ വന്നിട്ട് ഊതുന്നതാണോ പറയാം. നിനക്ക് സെക്കൻഡ് സെമിസ്റ്റർ വരെ സഹിച്ചാൽ മതി. ഗെയിമർ സെക്കൻഡ് സെമിസ്റ്ററിലോട്ട് എത്തുക എന്നുള്ളത് അറിയില്ല. അപ്പോഴാണ് എന്താണ് റിട്ടു ഹിന്ദി കാണിക്കുന്നത്? ചാറ്റിൽ വെറുതെ തീ ഇട്ടാൽ പോരാ, ഇന്ന് ലൈവ് കാണാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇനാക്റ്റീവാണ് റിട്ടു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ആ കുട്ട് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. ഇറങ്ങിയവർ ലൈവ് ഇടുമ്പോൾ ഒന്നും കാണുന്നില്ല നിങ്ങളാരും. എന്താ ചെയ്യുക? കണ്ട അധികം സംസാരിക്കാണ്ടിരുന്നപ്പോൾ ജയിച്ചാണ്ട. കണ്ട ഇത്രയുള്ള പരിപാടി. ആരോടെ അത് സാധ്യത കുറവാണ്. കുറച്ചധികം ഗെയിം കളിക്കും. അത് കഴിഞ്ഞിട്ട് ഇടയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരും. ചിലപ്പോൾ പുറത്തു പോകാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിക്കണേ ഇന്ന് നമുക്ക് ഫോർസ മാക്സിമം ഗ്രൈൻഡ് ചെയ്തിട്ട് പരിപാടി തീർക്കാം. എത്ര നേരം കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മിക്കവാറും ഡോൾ ഗെയിമർ ഇപ്പോൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ തീരും. You've qualified for your first Horizon Rush event. Well done. Make your way there, complete the event and earn that green wristband. അത്രേ ഉള്ളൂ. ഇനി ഗ്രീൻ റിസ്റ്റ് ബാൻഡ്. ഇത് നമ്മൾ ഓരോ ഇവൻറ്റ് ജയിക്കുമ്പോഴും റിസ്റ്റ് ബാൻഡിൻ്റെ കളർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ഫൈനൽ റിസ്റ്റ് ബാൻഡ് ഏതാണ്? ഡയമണ്ട് ആണോ? ഡയമണ്ട് ബാഡ്ജ് അതുപോലെ ആയിരിക്കും. പ്ലാറ്റിനം ബാഡ്ജോ ഗോൾഡ് ബാഡ്ജോ ഇതൊക്കെ ആയിരിക്കും. Horizon Rush events are meant to challenge your technical driving skill. High speeds on a huge obstacle course against the clock. Good luck. In 400 meters, turn right. ഫേസ് ഗാങ്ങിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. സൽമാന് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ശ്രമിക്കാം. ഐ വിൽ ട്രൈ ബട്ട് നോട്ട് ഷുവർ. റോൾ ഗെയിമർ സീനാണോ പെണ്ണ് കെട്ടേണ്ട എന്നാണോ സജസ്റ്റ് ചെയ്യുന്നത്? റോൾ ഗെയിമർ സീൻ ഉണ്ടായിട്ടല്ല. റോൾ ഗെയിമറാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ റോൾ ഗെയിമറിന് ഒരു വിഷമം ഉണ്ടാവല്ലോ. റോൾ ഗെയിമർ പഠിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കുമ്പോൾ. റോൾ ഗെയിമറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഗെയിമറിനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിയിട്ട് ജോലിക്ക് പോകേണ്ട വീട്ടിലിരിക്കാനാണ് റോൾ ഗെയിമർ പ്ലാൻ ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെ ഇപ്പോൾ വെറുതെ വീട്ടിൽ നിന്ന് സൂക്ഷിക്കേണ്ട. In 400 meters, turn right. Turn right. അവർ ഉണ്ടടിച്ച് പൊടിച്ചിട്ട് പോകാം. In 400 meters, turn left. കിക്കിനകത്ത് എങ്ങനെയുണ്ട് ലൈവ്? എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിനേക്കാളും Turn left. കിക്കിൽ ലൈവ് ഇടാൻ കുറച്ചുകൂടി സേഫാന്ന് തോന്നുന്നുണ്ട്. ആരും അധികം വന്ന് കണ്ടുപിടിക്കില്ല. ഇങ്ങനെ ക്ലാസ്സെല്ലാം കട്ട് ചെയ്ത് ലൈവ് ഇടുമ്പോൾ കിക്ക് തന്നെയാണ് സേഫ്. അല്ലേ? സേഫാണ്. ഒരു അരമണിക്കൂറും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ക്ലാസ് തീരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം കളിക്കണം കണ്ടു കഴിഞ്ഞാൽ പിടിക്കില്ല. കാരണം ക്ലാസ് കഴിഞ്ഞല്ലോ.
ഗെയിം കളിച്ചാലും കുഴപ്പമില്ല. ബ്രേക്ക് ടൈമിൽ ഗെയിം കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ തിരിച്ചു വെക്കാം. അതാണ് സംഭവം. ഇവിടെ ഫോർസ കൊള്ളാൻ കേട്ടോ. നമുക്ക് വല്ലൊരു പാട്ട് വെച്ചാലോ? ഇതിൽ പാട്ടും വെച്ച് ഇങ്ങനെ നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കാം. നല്ല രസമായിരിക്കും. അല്ല, കിക്കിനകത്താണ് അതിനെ പേടിക്കുന്നത്. കോപ്പറേറ്റ് ഇല്ലല്ലോ. നമുക്ക് വല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ശരി കണ്ട ഈ വേറെ ഡെസ്റ്റിനേഷൻ. ഈ സൗണ്ട് പോലും ഫോർസ 5ൻ്റെ സെയിമാണ്. ഒരു വ്യത്യാസമില്ല. ഒക്കെ സെയിമാണ്. ഇതൊക്കെ ഇതെല്ലാം ഫോർസ 5ൻ്റെ സെയിം സാധനം. ഒരു വ്യത്യാസമില്ല. ഒക്കെ 5 തന്നെ. ഫോർസ 5 തന്നെ ഇതെല്ലാം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ഗൈസ്, ഫോർസ 5ഉം 6ഉം തമ്മിൽ വലിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലായി? ഇതെല്ലാം സെയിം ഫോർസ 5 തന്നെ. എയർ പ്രഷർ എന്തെന്നാ? ഫോർസ പ്രസൻസ് എന്തെന്നാ? ഓ, ഡോക്ക് റേസ് ആണോ ഇത്? ഓ, കിട്ടുള്ള റേസ് ആവും കേട്ടോ. സോളോ റേസാണ്. ഇതിന് നമ്മൾ എത്ര ടൈമിൽ തീർക്കണമെന്നുള്ളതാണല്ലേ. എൻ്റെ അമ്മോ, എത്ര സമയം കൊണ്ട് തീർക്കണം എന്നുള്ളതാണ്. മാക്സിമം ആൾക്കാരല്ല, അത്രയും പെട്ടെന്ന് തീർക്കും. അത് 25% ആയിട്ടുണ്ട്. ഇതേതോ വണ്ടിയാണ്, ഗെയിം വന്ന വണ്ടി. ഇതുവഴിയാണ് പോലെ. ഒരു വൃത്തികെട്ട മാപ്പോട്ട് എൻ്റെ അമ്മോ, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി സാധനം നല്ല രസമാണ്. ഞങ്ങളത് വളച്ചെടുത്ത് കണ്ടോ നിങ്ങൾ? കിടലായിട്ട് അറിയാം ഞങ്ങൾ വളച്ചെടുക്കുന്നു. ഇത് മുമ്പ് പോക്കിടുമ്പോൾ ഇല്ല 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 ഫിലിം സേമനാലോ വളയ്ക്കാനൊക്കെ ബെസ്റ്റ് അല്ലേ അറിയാലോ. സീൻ തന്നെ അറിയാം. നമ്മുടെ റേസിംഗ് സ്കിൽസ് സീൻ തന്നെയല്ലേ. ഏതാ ഡ്രൈവിങ് എൻ്റെ ഓട്ടം നല്ലതായിട്ട്. അത് മാത്രം ചെറിയൊരു മിസ്റ്റേക്ക്. മോനെ വളച്ചെടുത്ത
ഇടിച്ചിട്ട് പോകുന്നതാണ്. മല കയറുന്നത് എൻ്റെ അമ്മ. അടിപൊളി റേസ്. Keep practicing. There's some seconds to shave off out there. എടാ 4 മിനിറ്റിൻ്റെ ഇടയിൽ വന്നിരുന്നെങ്കിൽ 3 സ്റ്റാർ കിട്ടിയാനേ. കുഴപ്പമില്ല. കുഴപ്പമില്ല. Horizon Festival. Wear that new wristband with pride. You earned it. പുതിയ റെസ്പാൻഡ് ഇത് പച്ച റെസ്പാൻഡ്. Your next milestone is a Horizon Showcase event. This one is pretty special. You know the drill. To qualify, we have these new events open to you. So, what takes your fancy? ഓ ഇത്രയും ഇവൻസ് ഓപ്പൺ ആയോ? എന്താ ഇത്? എന്താടാ? ക്യാമറ വന്നില്ല. ഇത്രയും പുതിയ ഇവൻറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇവൻറ്റ്സിനകത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്തിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാം. കൊള്ളാം. രണ്ട് റൂട്ട് ഹയർ ഓർ ലോവർ. Turn around when it is safe to do so. In 400 meters, turn right. Turn right. In 100 meters, turn left. ഫോർസ് രാത്രി കഴിഞ്ഞാൽ കാണാൻ ഒരു സുഖമില്ല കേട്ടോ. In 200 meters, turn left. Turn left. സെസ്റ്റ് എലമെൻ്റ് അല്ല, ഫോർസ് ഓഫ് ഫൈവിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടി കോൺസ്റ്റിറ്റി എസ്കോ. ഏറ്റവും ഹൈ സ്പീഡിൽ ഓടുന്ന വണ്ടികളാണ്. നമുക്ക് നന്നായിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 അടുപ്പിച്ച് കയറും. 490, 499 ഒക്കെ വരെ കയറും. ചില ട്യൂണിനകത്തൊക്കെ യൂട്യൂബിൽ വീഡിയോസിൽ 512 കയറുന്ന കാണുന്നുണ്ട്. അതൊക്കെ ഒറിജിനലാണോന്നറിയില്ല. എനിക്ക് മാക്സിമം കയറിയിരിക്കുന്നത് ഒരു 495, 499 ഒക്കെയാണ്. അതിൻ്റെ മേലേക്ക് കയറിയിട്ടില്ല. In 400 meters, turn right. Turn right. In 200 meters, turn left. Turn left. റോഡ് ഡിസ്കവറി എക്സിബിഷൻ ഒന്നും ചെയ്തിട്ടില്ലടാ. നമ്മൾ ഇപ്പോൾ അധികം ഫണ്ടില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. 400 meters, കുറച്ചുകൂടി പൈസ ഗ്രൈൻഡ് ചെയ്തിട്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. turn കുറച്ച് അതിന് left. പറഞ്ഞ പൈസക്ക്
ആവശ്യം എന്താണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആകെ ന്യൂ കാറോ കാർ കിട്ടിയില്ല. ഓക്കെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ 500 CR ഉള്ളൂ, 500K. നമുക്ക് വണ്ടി മൊത്തം സെറ്റപ്പ് ആക്കണമെങ്കിൽ നല്ല പൈസയാവും. ഫോർസ 6-ൽ ബുഗാട്ടി വേറെ സൂപ്പർ സ്പോർട്ട് ആൻഡ് ഹെനസി വെനം GT എന്നാണ് ഗൂഗിൾ പറയുന്നത്. രണ്ട് വണ്ടി നമുക്ക് റെഡി ആക്കാം. ബുഗാട്ടി വേറെ സൂപ്പർ സ്പോർട്ട് അല്ലേ, അത് രണ്ടിനും എന്തായാലും നല്ല പൈസ ഉണ്ടാവും രണ്ട് വണ്ടികൾക്ക്. പക്ഷെ ഞാനിതിനകത്ത് എനിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഗെയിം ഓണർഷിപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ എക്സ്ബോക്സ് പ്ലസിലല്ലേ കളിക്കുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി. ഇതെല്ലാം വഴി താഴെ കൂടെയാണ് വഴി. പ്രോഗ്രസ് മിക്കവാറും പോകും. കാരണം എക്സ്ബോക്സ് പാസിനകത്ത് കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഭരത് ബ്രോ ഹലോ ഹലോ. മേലെ കൂടെയാണ് താഴെ ലോവർ സ്ഥലത്ത്. ക്ഷമി നോക്കുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. Okay, Sensei. What's next? ഇത് ശരിക്കും ഇവന്മാർ കൊണ്ടുവന്ന നല്ലൊരു പരിപാടിയാണ്. അതായത് നമുക്കിപ്പോൾ നെക്സ്റ്റ് എന്ത് കളിക്കണം എന്നറിയില്ലെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കളിക്കേണ്ട റേസിൻ്റെ എല്ലാ ലിസ്റ്റും ഡീറ്റെയിൽസും ഇത് കൊടുത്തിട്ടുണ്ടാവും. നമുക്കപ്പോൾ ക്രോസ് കൺട്രി ഇത് ചെയ്യാം. Okay, Sensei. I have set your route to the cross-country race event. In 200 meters, turn sharp right. ശരിക്കും നല്ലൊരു പരിപാടിയാണ്. Turn around when it is safe to do so. എന്തിനേറെ പറയുന്നു, UI അടക്കം സെയിം ഫോർസ ഹൊറൈസൺ 4 കണ്ടാം. അല്ല സോറി 5 ഇതുണ്ടല്ലേ. ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ മാപ്പ് റഡാർ, റൈറ്റ് സൈഡിലുള്ള നമ്മുടെ മീറ്റർ, സ്പീഡോമീറ്റർ എല്ലാം സെയിം ഫോർസ ഹൊറൈസൺ 5. ഇതാ ഞാൻ പറയുന്നത്, എല്ലാം വെറും സെയിം. ഡിഫറൻസ് എന്ന് പറയാൻ ഫോർസ 5-ലെ ഗ്രാഫിക്സും സെറ്റിങ്സും എല്ലാം സെയിം, പക്ഷേ നമ്മൾ വേറൊരു മാപ്പിൽ കളിക്കുന്നു. In 400 meters, കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഡിഫറൻസ്, അല്ലാതെ ഒരു ഡിഫറൻസും ഇല്ല. ഫോർസ ഹൊറൈസൺ 5 ഇൻ ജപ്പാൻ turn right. വിത്ത് ന്യൂ കാർസ് In 200 meters, turn left. and with better optimization and small graphics upgrade. അതാണ് ഫോർസ ഹൊറൈസൺ 6 എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ബിഗ് മണി. യെസ് 400 meters, turn left. ബേസ് എഡിഷൻ 5400 ഇത്തിരി കൂടുതലാണ്. അതും ഇത്രയും സിമിലർ ആയിട്ടുള്ളൊരു ഗെയിമിന്. ഫോർസ 5ഉം 6ഉം നമ്മൾ അത്രയ്ക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കും, ആ പൈസക്കുള്ള വാല്യൂ ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ പോലും സെയിം. ആ UI അടക്കം നോക്കിയാൽ, ഞാനിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കൺട്രി സൈഡിലൊരു പച്ചപ്പിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർസ 5 ആണോ 6 ആണോ എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഇത്രയും പൈസ ശരിയല്ല. ഒരു 3K ഒക്കെ ആണെങ്കിൽ ഓക്കെ, മനസ്സിലായില്ലേ. ഒരു 2,999 അല്ലെങ്കിൽ 3,499 Turn right. 3,000-3,500 രൂപയ്ക്കൊക്കെ സെറ്റാണ്. അതിനുള്ള ബേസ് പ്രൈസ് അത്രയും വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇത് 5,500 ബേസ് പ്രൈസിന് Turn right. എനിക്ക് തോന്നി. അതും പ്രീമിയം എഡിഷൻ്റെ ഒക്കെ പൈസയാണ് 10,000 രൂപ. Turn sharp right. പൈസയൊക്കെ നോമാർക്കൊരു വിലയില്ല. 10,000 ബേസ് പ്രീമിയം എഡിഷൻ 10,000 രൂപ.
നമ്മളെ നാട്ടിൽ ഒരു ആവറേജ് സാലറി ഒരു ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഒരു ആവറേജ് സാലറിയാണ് ഈ 10,000 രൂപ. അല്ലെങ്കിൽ ഒരു എൻജിനീയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവറേജ് സാലറിയാണ്. എത്ര പേരെ അറിയും മാസം 10,000, 12,000, 15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നത്? ആലോചിച്ച് നോക്കും. അപ്പം നമ്മുടെ എക്കണോമിയിൽ ഇത്രയും പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാ ഗെയിം വാങ്ങിക്കുന്നത്? 500-500 ആണെങ്കിൽ പോലും വലിയൊരു എമൗണ്ട് അത്. അതുകൊണ്ടാണ് കൂടുതൽ ക്രാക്ക് ഗെയിംസ് ആൾക്കാർ ഇപ്പോഴും ഈ ക്രാക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ റീസൺ മനസ്സിലായോ? ഈ ഒരൊറ്റ റീസണേ ഉള്ളൂ. കാരണം അവർക്ക് അത് എഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള എക്കണോമി അല്ല നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റീജിയണൽ പ്രൈസിങ് എന്തുകൊണ്ടും ഗെയിമുകൾക്ക് വരുന്നത് വളരെയധികം യൂസ്ഫുൾ ആവുകയുള്ളൂ. അങ്ങനെ വരണം. അല്ലാണ്ട് ഇവർ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ പൈസയാണ്. എല്ലാ സാധനങ്ങൾക്കും ഡൈനാമിക് പ്രൈസിങ്ങാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫുഡ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ആയിക്കോട്ടെ, എന്തിനും സിനിമ ടിക്കറ്റും ആയിക്കോട്ടെ. നമ്മളെ നാട്ടിലുള്ള പോലെ അല്ലല്ലോ വിദേശ രാജ്യങ്ങളിൽ. പിന്നെ എന്തുകൊണ്ട് ഗെയിമിന് മാത്രം സെയിം പ്രൈസ്? വണ്ടികൾക്കായിക്കോട്ടെ, എന്തിനും എല്ലാ സാധനങ്ങൾക്കും റീജിയണൽ പ്രൈസിങ് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള പൈസയാണോ ഇപ്പോൾ പുറം? പിന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടികൾക്ക് പൈസ കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് വേറെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി, അതിനൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ എന്നാലും ജനറലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഗെയിമുകൾക്ക് മാത്രമല്ലേ അങ്ങനെ ഒരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാത്തുള്ളൂ. ഇനി നിങ്ങളെല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്ക്, ഗെയിമിന് പ്രൈസ് ഡിഫറൻസ് ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ അത് വളരെ മിനിമലാണ്. മനസ്സിലായോ? വളരെ മിനിമലാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഫോർസൻ്റെ ഏറ്റവും കൂടിയ എഡിഷൻ ഇവിടെ വാങ്ങിക്കണമെങ്കിൽ ഒരു 10,000 അല്ല, ഇന്ത്യൻ മണി കറക്റ്റ് 10,000 അല്ല, അതിനും കുറച്ച് കൂടുതലായിരിക്കും കൊടുക്കേണ്ടത്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സിമിലറാണ്. ഫോർസ 3,500 അത് നല്ലൊരു ഡീലായിരുന്നു. അതുപോലത്തെ പ്രൈസിന് വെക്കണമായിരുന്നു. ഇന്ത്യൻ ഗെയിംസ് കുറവല്ലേ, അതുകൊണ്ടാണ്. അവിടെ ഇന്ത്യൻ ഗെയിം കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഗെയിം കളിക്കുന്നവരില്ലേ, കൺസ്യൂമേഴ്സ് ഇല്ലേ? അപ്പോൾ ഇന്ത്യൻ എക്കണോമി വെച്ചിട്ടായിരിക്കണ്ടേ ഗെയിം അവിടെ റിലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ത്യയിൽ ഗെയിം ഇറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൂട്ടുന്ന എന്ത് പരിപാടിയാണ്? അപ്പോൾ വളരെ ശിറ്റാണ്. ഏറ്റവും കൂടുതൽ ഗെയിംസ് വിറ്റ് പോകുന്നൊരു ഗ്ലോബൽ മാർക്കറ്റാണ് ഇന്ത്യ. അവരവിടെ എന്തുകൊണ്ട് പൈസ കുറച്ചിറക്കണം? എസ്പെഷ്യലി നമ്മുടെ എക്കണോമിയും കൂടെ എത്രയും മോശമാകുന്നത്. ഇതൊക്കെയല്ലേ നമ്മുടെ മോഡിജി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കളിച്ച സെയിം ഇതല്ലേ ഇത്? അല്ല തോന്നില്ലേ? ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നോ? ലാപ്പാണോ ഇത്? രണ്ട് ലാപ്പ്. നമ്മൾ 4th പൊസിഷനിലാണ്. നമ്മളത് ഫസ്റ്റ് എടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നല്ലേ, ഇനിയിപ്പോൾ വേണ്ട. ഓവർടേക്ക് ചെയ്ത് പോയി ഗൈസ്. എടാ അക്ഷിത, നീ ഇരുന്ന് പ്രീമിയർ കളിക്കുന്ന കാണുന്നുണ്ടല്ലോ. നീ എപ്പോഴാണ് കൗണ്ടർ സ്ട്രൈക്ക് കളി തുടങ്ങിയത്?
നിനക്ക് ടീമൊക്കെ ഉണ്ടോ അതോ സോളോ കളിക്കുന്നു? കൗണ്ടർ സ്ട്രൈക്ക് കളിച്ചിട്ട് കുറേ ആയി. കളിക്കണം. ഞാൻ അന്നൊരു ദിവസം ലൈവിൽ കാണിച്ചില്ലേ, ഞാൻ പുതിയൊരു ഓപ്പ് എടുത്തിരുന്നു. അപ്പോൾ പുതിയൊരു M4 എടുക്കാനുള്ള പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക. സോളാണ് കളിക്കുന്നത്. ഫിനിഷ് ലൈൻ എത്തിയല്ലോ, നമ്മൾ 5th ആണ്. ഈ പൊട്ട വണ്ടി ഏതാണ്? ഫിഫ്ത്ത് ഫിനിഷ് ആയിരുന്നു. അടുത്തത് ജാപ്പനീസ് സ്റ്റൈൽ റോഡ് റേസിംഗ്. അതിന് പോവാം. Okay, Sensei. I have set your route to the road race event. കുറേ ദിവസമായി Now we're racing in higher tier CS events. You should open think about ആക്കിയിട്ട് getting some cars to help you out. Keep your eyes peeled for vehicles for sale. You never know. That car might be പക്ഷേ the മെയിൻ difference പ്രശ്നം എന്ന് between പറഞ്ഞാൽ first കൗണ്ടർ and സൈക്കിൾ second ഒന്നും place. ഓഡിയൻസിലാണ്. കാണാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. In ഇത് 400 നല്ല meters, ഗെയിമാണ്, turn sharp left. പക്ഷേ കാണാൻ ആൾക്കാരില്ല. നല്ല പ്രശ്നം. ഓഡിയൻസ് കളിക്കുന്നവർ കുറച്ച് പേരുണ്ട്, പക്ഷേ കാണാൻ ആരുമില്ല. അതെന്താ? Turn sharp left. എന്നാൽ വാലറൻ്റ് കാണാൻ ആൾക്കാരുണ്ട്, അതേസമയം കൗണ്ടർ സൈക്ക് കാണാൻ ആളില്ല. കൗണ്ടർ സൈക്കിൽ നിന്നാണ് വാലറൻ്റ് ഉണ്ടായത്, എന്നിട്ട് വാലറൻ്റ് കാണാൻ ആളുണ്ട്, കൗണ്ടർ സൈക്ക് ആർക്കും താല്പര്യമില്ല. അതെനിക്ക് മനസ്സിലാവുന്നത്. എന്ത് ഒരു ഐഡിയോളജി എന്താ ചെയ്ത് Turn right. വാലറൻ്റ് കളിക്കണം എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ചാറ്റിലുണ്ട്, പക്ഷേ അതേസമയം CS കളിക്കുക എന്ന് പറയാനല്ല CS കളിക്കുന്ന ആൾക്കാരും ഇല്ല. In 400 meters, turn right. ആക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. കാരണം ഹാക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാലറൻ്റ് കളിക്കാതിരിക്കുന്നില്ല. വാലറൻ്റിൽ ഹാക്കേഴ്സ് ഉണ്ടല്ലോ. Turn right. വേറെ എന്തോ റീസൺ ആയിരിക്കണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ഇതിനകത്ത് ഒരുത്തൻ്റെ അടുത്ത് പർപ്പിൾ ബാൻഡ്. നമ്മൾ ഈ റേസുകൾ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാൻഡ് അപ്ഗ്രേഡ് ആവും. എനിക്കാണ് ഏറ്റവും ടോപ്പ് ബാൻഡ് ഏതാ? You have arrived at your destination. നമുക്ക് 2022 ടൊയോട്ട എടുക്കാം. വാലോ ലോ സ്പെക്ക് നല്ലപോലെ റണ്ണാവും. സോ നല്ല എക്സ്പോഷർ ഉണ്ട്. CS ഒട്ടും എക്സ്പോഷർ ഇല്ല, അതാണ് പ്രശ്നം. ശരിയാ. എടി ചാറ്റിനകത്ത് ചാറ്റ് ചെയ്യാതിരിക്കുന്നവരാരൊക്കെ ഉണ്ട്? യെല്ലോ ഷാഹിദ് എന്താ യെല്ലോൻ്റെ കാര്യമെല്ലാം പറയുന്നു? കലാവ് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ മിണ്ടാതിരിക്കുകയല്ലേ ചാറ്റിൽ? CS കളിച്ചാൽ വേല മോശം എന്ന് പറയാനൊന്നും പറ്റില്ല, പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഹെൽത്തി ഗ്രോയിങ് കമ്മ്യൂണിറ്റി ആവുന്നത് എപ്പോഴാണെന്നറിയാം. എല്ലാ ഗെയിംസും കാണാൻ, എല്ലാ ഗെയിംസും ആക്സെപ്റ്റ് ചെയ്യാൻ, എല്ലാ ഗെയിംസിനും അതിൻ്റേതായിട്ടുള്ളൊരു പോപ്പുലാരിറ്റി, ഒരു എക്സ്പോഷറൊക്കെ കിട്ടുമ്പോഴാണ്. അല്ലാതെ ഒരു ഗെയിമിന് മാത്രം വ്യൂവർഷിപ്പ് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രോയിങ് കമ്മ്യൂണിറ്റി അല്ല. ഒരു ഗെയിം മാത്രം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഇതല്ല. ഇപ്പോൾ ഏത് ഗെയിമാണെങ്കിലും ഒരൊറ്റ ഗെയിം മാത്രമായിട്ട് ഗ്രോ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇതല്ല.
എല്ലാ ഗെയിംസും കാണാൻ ആൾക്കാരുണ്ടാവും, എല്ലാ ഗെയിമും കളിക്കാൻ ആൾക്കാരുണ്ടാവും, എല്ലാ ഗെയിംസും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ നമുക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ല? എന്തെങ്കിലും ക്ലാസ് എടുത്തത് നിർത്തുന്ന ടൈമായല്ലോ, ആരും പറഞ്ഞു കൂടെ. നമ്മൾ 4th പൊസിഷനിൽ നാല് പിടിച്ചാൽ ഫസ്റ്റ് അടിക്കാം. Fuck. ഇനി കിട്ടില്ല. ഇനി പോയി. തേർഡ് പ്ലേസും പോയി. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഓ, സെക്കൻഡ് കിട്ടി. ഇഞ്ചോടിഞ്ച് പോരാട്ടം കൈസ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം. യെസ്, ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചതാണ്, തേർഡാവെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെയോ നമ്മൾ അടിച്ച് കയറി സെക്കൻഡായി. ഇനി അടുത്ത റെക്കമെൻഡ് ഇവൻ്റ് ഏതാ? ഡേർട്ട് റേസിംഗ് ഉണ്ട്, ഇതുകൊണ്ടല്ലേ ഇത്. Okay, Sensei. I have set your route to the dirt race event. ഇതെവിടെയാണോ വരി ഡേർട്ട് റേസ്? Turn around when it is safe to do so. ഇതാണ് ജപ്പാനീസ് കള്ളി. ക്ലാസ് തീരാനായിട്ടില്ല, തീരേണ്ടതാണ്, ഇവിടെ നിർത്തുന്നില്ല. ക്ലാസ് നിർത്തിയിരുന്നെങ്കിലേ നൈസ് ലാപ്ടോപ്പ് അടച്ചു നോക്കാം. എന്നിട്ട് ഒച്ചത്തിൽ സംസാരിച്ചാലും കുഴപ്പമില്ല, ക്ലാസ് കഴിഞ്ഞെന്നും പറഞ്ഞാൽ. ഇവിടെ അവിടെ അടിച്ചു പൊട്ടിയിട്ട് ശരിക്കും ഒരു ഫോർസ് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാക്കുന്നില്ല. നമുക്ക് ഈ എന്താ പറയുക, ഇപ്പോൾ ഉള്ള ഓപ്പൺ വേൾഡ് അല്ലാതെ നമുക്ക് ഇറങ്ങി ഓടി നടക്കാനൊക്കെ പറ്റുന്ന പോലെ അല്ലേ? GTA പോലത്തെ ഒരു ഗെയിമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആലോചിച്ച് ഉപയോഗിച്ച് ഫോർസ ഹൊറൈസൺ GTA പോലത്തെ ഒരു ഗെയിമായി എങ്ങനെ ഇരിക്കും? In 200 meters, turn right. GTA അതന്നെ. പക്ഷെ ക്രോറ്റോനകത്തൊരു സുഖമില്ല, മനസ്സിലായി? ക്രോറ്റൊരു സുഖമില്ലാത്ത Turn right. Recalculating route. In 200 meters, turn left. പക്ഷേ ഈ സിറ്റി സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഫോർസ് ഓഫ് 5-നേക്കാളും നല്ല രസമുണ്ട്. അങ്ങനെ ഫോർസ് ഓഫ് 5 അതിന് സിറ്റി എന്ന് പറയാനൊന്നും ഇല്ല, മെക്സിക്കോ സിറ്റി ഒന്നും ഇല്ല. ഇത് രസമുണ്ട് ഈ സിറ്റി കൂടെ ഒക്കെ വണ്ടി കൊണ്ടാണ്.
ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ നല്ല സാധനങ്ങളിങ്ങനെ ഉണ്ട്. കളിക്കാൻ തോന്നുന്നു പിന്നെ, അതുകൊണ്ടല്ല ഞാൻ പിന്നെ ഇരുന്ന് കളിക്കുന്നത്. അല്ല ഞാൻ പിന്നെ കളിക്കില്ലല്ലോ. വണ്ടി ഓട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല രസമാണ് ഇങ്ങനെ വണ്ടി ഓട്ടിച്ചിരിക്കുക. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോർസ പോലത്തെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റേസിംഗ് ഗെയിം വേറെ ഇല്ല എന്നുള്ളതാണ്. NFS ആയാലും ക്രൂ ആയാലും മുട്ടി നിൽക്കാൻ പറ്റാത്ത റിയലിസ്റ്റിക് പരിപാടികളാണ് ഇവന്മാർ ഇത്രയും കൊല്ലെടുത്തിട്ടാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Xbox ഗെയിം പാസിലുണ്ട് ബ്രോ, ഉണ്ട്. ഞാനതാ ഇപ്പോൾ വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഗെയിം വാങ്ങിയിട്ടില്ല, ഞാൻ Xbox പാസിലാണ് കളിക്കുന്നത്. അതാണ് അത്രയുള്ളൂ. പ്രീമിയം അല്ല ബ്രോ, പ്രീമിയം അല്ല, നോർമൽ വേർഷനാണ്. മുളങ്കാട് ഗെയിം പാസ് ചെറിയ പൈസ. Xbox പ്രീമിയം അല്ലടാ, PC പാസ്സാണ്, PC ഗെയിം പാസ്. 400 meters. Turn right. പ്രീമിയം ഗെയിം പാസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നോർമൽ Xbox ഗെയിമിംഗ് PC പാസ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഡിസ്കോഡ് നൈട്രോൻ്റെ കൂടെ കിട്ടുന്ന പാസ് ഉണ്ട്, അത് വെറും ഷിറ്റാണ്, അതിനെക്കൊണ്ട് ഒരു ഗുണമില്ല. Turn right. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും ലോ ടിയർ സാധനം, ഒരു ഗുണമില്ലാത്ത തീട്ടം. ബോയ്സ് ഫൈനൽ എപ്പിസോഡോ കണ്ടില്ലടാ, ഞാൻ ബോയ്സ് കണ്ടു തുടങ്ങിയിട്ടില്ല. എന്താ അറിയില്ല കേസ്, എനിക്ക് ഇപ്പോൾ ഒന്നും കാണാൻ തോന്നുന്നില്ല. ഇനി കുറേ സാധനങ്ങൾ കാണാൻ ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട്. എനിക്ക് ബോയ്സ് കാണാനുണ്ട്, ജെൻബി കാണാനുണ്ട്, ഇൻവിൻസിബിൾ കാണാനുണ്ട്, പിന്നെ ഫ്രം കാണാനുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഓ ക്ലാസ് കഴിഞ്ഞ് ബൈ. നടക്കട്ടെ. ഓക്കെ ക്ലോസ് ഓൾ. ഇപ്പം ഇവിടെ സമയം 11 മണി. ക്ലാസ് കഴിഞ്ഞോ? ജന്മീൻ്റെ ഒരു ആവശ്യമില്ലേ? എന്നാൽ കുറേ ഉണ്ടോ കാണാൻ. ഇപ്പം ഞാൻ ആക്റ്റീവായിട്ട് കേസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ട് തീർത്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈം ഉണ്ടല്ലോ, റിമറൂൻ്റെ. ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ കണ്ട് തീർത്തായിരുന്നു ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഇരുന്നിട്ട്. ദാറ്റ് ഡേ ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് സ്ലൈം എന്ന് പറഞ്ഞിട്ടൊരു അനിമയുണ്ട്. അത്രയോടെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനത് കണ്ട് തീർത്ത് ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റന്നാളെ കണ്ട് അടുത്ത എപ്പിസോഡ് വരും. ക്വസ്റ്റ്യൻ ചോദിക്കലൊന്നുമില്ല, എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കല് വേണമെങ്കിൽ പഠിച്ചാൽ മതി. പുള്ളീൻ്റെ ജോലി ചെയ്യും, പുള്ളി വരും, ക്ലാസ് എടുക്കും, പോകും. ബാക്കിയൊക്കെ നമ്മുടെ തലയില. പഠിക്കണമെങ്കിൽ പഠിക്കുക, പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കണ്ട. ഹൂ കെയർസ്? നോബഡി കെയർസ്. നിനക്ക് വേണേൽ നീ പഠിക്കാം, മനസ്സിലായില്ല? അല്ലാണ്ട് നമ്മുടെ അവിടുത്തെ പോലെ ടീച്ചർമാർ കുത്തിയിരുത്തി പഠിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നിനക്ക് വേണമെങ്കിൽ നീ പഠിക്കുക, നീ പഠിച്ചാൽ നിനക്ക്, അല്ലെങ്കിൽ ഒരു ഗുണമില്ല വേറെ ആർക്കും. ആക്സ് ഹലോ തയാക്കി സ്ക്രാമ്പിൾ കൊള്ളാലോ, നല്ല മഞ്ഞെല്ലാം ഉണ്ട്, മഞ്ഞത്ത റൈസ്. നോക്കാം, കാർസ് കാണിച്ചാലോ. ഞാനിപ്പോൾ ഒരു റേസിൽ കയറിയതോ. ഈ റേസ് ഒന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ എൻ്റെ അടുത്ത് അധികം കാറൊന്നും ഇല്ല. ഞാനപ്പോൾ ഇന്നലെ കളിച്ച് തുടങ്ങിയതുള്ളൂ. എൻ്റെ അടുത്തൊരു 6 കാറേ ഉള്ളൂ, 6 7 എന്തോ ഉള്ളൂ. ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് കാർ ഉണ്ടാക്കണം. റേസുകളൊക്കെ ജയിച്ച് പൈസയാക്കിയിട്ട് കാറുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടണം. ഈ വാങ്ങിച്ച കാറുകൾ സ്റ്റോക്ക് നിർത്തിയിട്ട് കാര്യമില്ല. സ്റ്റോക്ക് വണ്ടികൾ വെറും തീട്ടാം. അപ്പോൾ എല്ലാ വണ്ടികളും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് നമ്മൾ പിന്നെ റേസ് കളിച്ച് പൈസയാക്കി മോഡിഫിക്കേഷൻ ചെയ്യണം. ഫുള്ള് കസ്റ്റം ട്യൂൺ ചെയ്യണം നമുക്ക്. എൻജിന്, ബ്രേക്ക്, ആക്സിലേറ്റർ എല്ലാം.
എല്ലാം കസ്റ്റം ടർബോ എല്ലാം വെച്ച് ഫുള്ള് സെറ്റാക്കണം. നമ്മളിതുവരെ ഒരു വണ്ടി പോലും കസ്റ്റമൈസ് ചെയ്തിട്ടില്ല, കാരണം അതിനുള്ള പൈസ ആയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അതായത് 3 ലാപ്പാടാ. അയ്യോ, എനിക്ക് ലാപ്പുള്ള റേസുകൾ ഇഷ്ടമല്ല, ഭയങ്കര പാടാണ്. നമ്മളെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് കളിച്ചൊന്ന് കയറാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഇവന്മാർ കുണ്ടിന് വന്ന് കിട്ടും. എന്താ എൻ്റെ കീ വർക്ക് ചെയ്യാത്ത? എൻ്റെ ഏക്ക് നിൽക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കേസ് ലെഫ്റ്റിലേക്ക് പോകുന്നില്ല, എന്തോ ഡാമേജ് ആയിരുന്നു. പക്ഷെ പുതിയ കീബോർഡാണ്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ കൗണ്ടർ സ്ട്രൈക്ക് കളിക്കുന്ന സമയത്ത് ഞെക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നില്ല, എന്തോ ചെറിയൊരു ഇതുള്ള പോലെ. പറയുമ്പോൾ പുതിയ കീബോർഡാണ്, എന്നിട്ട് എന്താ ഈ ഡാമേജ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വാറണ്ടി ക്ലെയിം വേണ്ടി വരും ഇപ്പോൾ. അതിന് ഇതിൻ്റെ കീൻ്റെ അടിയിൽ വല്ലതും കയറി ഇരിക്കുന്നതാണെന്ന് പറയും, അല്ല ബിസ്ക്കറ്റിൻ്റെ പീസുള്ളത്. നോക്കട്ടെ, കുത്തിപ്പൊട്ടിച്ചിട്ടൊന്നുമില്ല. എക്സ്ബോക്സ് പാസിൽ കണ്ടമാനം ഗെയിമുകളുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്, എത്രങ്ങാനും ഗെയിമുകളുള്ളത് നമുക്ക് കളിക്കാം, എല്ലാം ഇരുന്ന് കളിക്കാം. ഞാൻ കളിക്കാത്ത കുറേ ഗെയിമുകളിരിക്കുന്നു, ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പോകാം. ഓരോ ദിവസം ഇങ്ങനെ ഇരുന്ന് കളിച്ച് കിടക്കാം. ഇത് മറ്റേ ബോയ്സ് ഒന്ന് കണ്ടു തീർക്കുന്നുണ്ട്. ബോയ്സ് എന്ന് കാണുന്നതെല്ലാം കൂടെ, ബോയ്സും ഫ്രമ്മും കൂടെ എങ്ങനെ കാണും. ഞാൻ റെസിഡന്റ് ഈവിൽ ഗെയിംസ് നൈസ്. റെസിഡന്റ് ഈവിൽ ഞാൻ കുറേ കളിച്ചു. ഞാൻ ഏറ്റവും പുതിയ റെസിഡന്റ് ഈവിലിന് മറ്റേ 9 ഇല്ല, റിക്വയം, അത് കളിച്ചിട്ടില്ല. കളിക്കണം. പക്ഷെ അതിനൊക്കെ കൂടുതൽ എനിക്ക് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കളിക്കാത്ത 2 ഗെയിമുകളുണ്ട്. ഒന്ന് ഡെത്ത് സ്ട്രാൻഡിങ് 2, പിന്നെ ഗോസ്റ്റ് ഓഫ് യോട്ടെ. ഇത് രണ്ടും ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പ്രീ ഓർഡർ അങ്ങോട്ട് ചെയ്ത് വാങ്ങിച്ചതായി 2 പ്ലേ സ്റ്റേഷനിൽ. 10,000 രൂപ എടുത്ത് 2 ഗെയിം, 5,000 2 ഗെയിം വാങ്ങിച്ചതാണ്. ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഗെയിം വാങ്ങിക്കലൊക്കെ നിർത്തിയത്. അപ്പം വാങ്ങിച്ച ഗെയിമുകളൊന്നും ഞാൻ കളിക്കുന്നു. അത് 2 എങ്ങനെയെങ്കിലും കളിച്ച് തീർക്കണം. ഞാനിപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ്, ഇത്രയും പൈസ കളഞ്ഞിട്ട് അത് കളിക്കാണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്മുടെ സാംബറോയ്ക്കും പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അവന്മാരിരുന്ന് കളിക്കുന്നുണ്ട്. സാംബർ ഓൾറെഡി കളിച്ച് തീർത്തു, പിന്നെ വേറെ അവന്മാരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം, അറ്റ്ലീസ്റ്റ് അവരെങ്കിലും കളിക്കുന്നുണ്ട്. എനിക്കും കൂടെ കളിച്ച് തീർക്കണം, അപ്പോൾ ഞാൻ ഹാപ്പിയാവും. ഞാൻ PS5 സ്ട്രീമിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് GTA 6 വരുമ്പോൾ ഇനി അത് വേണമല്ലോ. GTA 6-ലാണല്ലോ നമ്മുടെ പ്രതീക്ഷ മൊത്തം. GTA 6 പൊളിക്കണം. അതെന്തായാലും ഞാൻ എത്ര പൈസയായാലും GTA 6 ഞാൻ പ്രീ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. കളി കഴിഞ്ഞോ? നമ്മളെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ റേസ് ചെയ്ത് ജയിച്ചു. അടിപൊളി. ഫസ്റ്റ് അടിച്ചേ. പിന്നെ GTA 6 ഡേ വൺ GTA 6-ൻ്റെ ഏറ്റവും കൂടിയ പ്രീമിയം പാക്ക് ഞാൻ എടുത്തിരിക്കും. എന്നിട്ട് ഡേ 1 തന്നെ ലൈവുള്ളൂ. GTA 6 നമ്മുടെ കമ്മ്യൂണിറ്റീനെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഗെയിമല്ലേ. എടാ ആലോചിച്ചേക്ക് ഗൈസ്, GTA 6 ഫെയിലായാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? GTA 6 ഫെയിലാവാൻ പാടില്ല. ഫെയിലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. GTA 6 ഫെയിലാവരുത്. ഫെയിലായാൽ തീർന്നു. 15K ആവുന്നു. 15K ആയാലും ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? GTA 6 എത്ര പൈസ ആയാലും ആ പൈസേൻ്റെ ഇരട്ടി നമ്മൾ സ്ട്രീം ചെയ്തുണ്ടാക്കും ആ ഗെയിം വെച്ചിട്ട്, മനസ്സിലായോ? അതുകൊണ്ട് അത് എന്തുകൊണ്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. Okay, Sensei. I have set your route to the road race event.
നിങ്ങൾ എപ്പോഴും GTA 6 ജയിക്കുന്നതിനെ കുറിച്ചിട്ടല്ലേ ആലോചിച്ചുള്ളൂ. GTA 6 ഫെയിൽ ആവുന്നതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചു. സപ്പോസ് GTA 6 ഫെയിലായി, എന്തായിരിക്കും കമ്മ്യൂണിറ്റിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? ആൾക്കാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. GTA RP തന്നെ പിന്നെയും എഴുതും. അല്ലെങ്കിൽ GTA 6 PC-ലേക്കൊക്കെ വന്ന് പിന്നെ GTA 6 RP എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കും. പക്ഷെ അത് സക്സസ് ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല. In 400 meters, turn left. Turn left. പൂർണ്ണമായിട്ടും വിട്ടോന്നാ മനസ്സിലായില്ലടാ. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ് ഇല്ലല്ലോ. SRR എന്ന് പറയുന്നൊരു ഗ്യാങ് ഇപ്പോൾ നിലവിൽ RP സിനാരിയോസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാങ് ഇപ്പോൾ ഇല്ല. ഡിസ്മാൻഡിൽ ചെയ്തല്ല ഓൾറെഡി. പിന്നെ ഞാൻ ഗ്യാങ് RP കളിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായും വിട്ടോ എന്നുള്ള ചോദിച്ചതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇത്രയും വലിയ മരങ്ങളൊക്കെ ഇടിച്ചിടാൻ പറ്റും. ഇതെങ്ങനെ എടുക്കുന്നത്? ചാടിച്ചെടുക്കണം. ഇതിൻ്റെ മണ്ടെന്ന് ചാടിച്ചെടുക്കണം. 500 XP ഫെയിലായാൽ ഗെയിം കളിക്കാത്ത ആൾക്കാർ വരെ വന്ന് നോക്കും. ഉറപ്പല്ല. GTA 6 RP വരും പിന്നെ ഉറപ്പായിട്ടും. ഈ RP എന്ന് പറയുമ്പോൾ റോൾ പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഒരു ഡ്രാമ ഉണ്ടല്ലോ, അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും വാല്യൂ ഉള്ളൊരു സംഭവമാണ് ഈ ഡ്രാമ. അതിപ്പോൾ സിനിമയിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ, മനസ്സിലായില്ലേ? ഈ ലൈക്ക് ബിഗ് ബോസ് എക്സാക്ട്ലി. ഇപ്പോൾ ഈ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ലൈവായിട്ട് നടക്കുന്ന ഡ്രാമയ്ക്ക് എപ്പോഴും ഓഡിയൻസ് ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ റോൾ പ്ലേ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും വ്യൂവർഷിപ്പ് കുറയാൻ പോകുന്നില്ല, കൂടാനേ പോകുന്നുള്ളൂ. മനസ്സിലായി? പക്ഷേ ഈ റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്ക് വേണം. മനസ്സിലായില്ലേ? ആ ഒരു ഇതിൽ മാത്രമാണ് ഒരു ഇത് നമുക്ക് വേണ്ടത്. റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാനല്ല, നമ്മൾ ആ ഒരു ചെയ്യുന്ന സംഭവം അത് അടിപൊളിയായിട്ട് ചെയ്യണം. മനസ്സിലായി? Turn left. നമുക്ക് ഇനി അടുത്ത റേസ് പോകാം. ഓട്ടാനി റീജിയൻ. നമുക്ക് ഓട്ടാനി റീജിയനിലേക്ക് എന്നാലും ഈ ഭാഗത്തേക്ക് ഇനി വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും എടുത്തിട്ട് പോകും. അതാണ് ഞാൻ പറയുന്നത്, GTA 6 ഫെയിലായി കഴിഞ്ഞാൽ തീർന്നു. കമ്മ്യൂണിറ്റീൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. GTA 6, GTA 6 ഓൺലൈൻ, GTA 6 RP ഇതിലൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും ഒരു ചിന്ത. മനസ്സിലായില്ലേ? ഈ GTA 6 എന്ന് പറഞ്ഞൊരു ഗെയിം മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചു. ഇപ്പോൾ GTA 5 ഇപ്പോൾ ഇത്രയും കൊല്ലം ഓടിപ്പോകാനുള്ള എൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ക്രിയേറ്റേഴ്സാണ്.
ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് GTA റോൾ പ്ലേ അല്ലെങ്കിൽ GTA ഇതെന്നൊക്കെ പറഞ്ഞ ഒരു സൺറൈസ് മറ്റേ മോഡഡ് വീഡിയോസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടാണ് കമ്മ്യൂണിറ്റീനെ ആക്റ്റീവായിട്ട് നിർത്തിയത് ഇത്രയും കൊല്ലം. അല്ലാതെ റോക്ക് സ്റ്റാർ GTA ഓൺലൈൻ്റെ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നുകൊണ്ട് മാത്രമൊന്നുമല്ല കമ്മ്യൂണിറ്റി GTA 5 ആണെങ്കിലും GTA റേജ് ആണെങ്കിലും GTA 5 എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും ലൈവ്ലി ആയിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കണ്ടൻറ് ഗോൾഡാണ് GTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടൻറ് മൈനാണ്. വെറുതെ കയറിയിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഫണ്ണാണ്. മനസ്സിലായി? അപ്പോൾ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ GTA സൺറൈസ് അല്ലെങ്കിൽ GTA മോഡഡ് വീഡിയോസ് GTA RP ലൈവ് അങ്ങനെ GTA കണ്ടൻറ്റ് തന്നെ ആൾക്കാർ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അപ്പോൾ ഒന്നാലോചിച്ചൊക്കെ GTA 6 ഫെയിലായി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന ആഘാതം എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നതിൻ്റെ ഒരു ബൈ റെക്കമെൻഡഡ് കാറോ വണ്ടി വാങ്ങാൻ പോവാണ് നമ്മൾ. അടിപൊളി. ഇതാണ് ഇപ്പോൾ റെക്കമെൻഡഡ് വണ്ടികൾ. ഓക്കെ, RS3 സ്പോർട്ട് ബാഗ്, ഫോക്കസ് RSൻ്റെ തന്നെ 2009 മോഡൽ, 2017 മോഡൽ, സിവിക്ക്, 2020 ഹുണ്ടായി i30, വെലോസ്റ്റർ, മെർസിഡീസ് ബെൻസ് A45 AMG, മെഗാനെ, റെനോൾട്ടിൻ്റെ RS മെഗാനെ 2018 മോഡൽ കൊള്ളാം. മെഗാനെ RS 250. ഗോൾഫ് ഉണ്ടല്ലേ, ഗോൾഫാണ് നമ്മളെ വണ്ടി. ഈ കളർ ഗോൾഫ്, ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ കളർ ഗോൾഫാണ് നമ്മുടെ ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ഓട്ടുന്ന വണ്ടി ഇതാണ്. അടിപൊളി. ഈ വണ്ടി എടുക്കണോ? ഏത് വണ്ടി വാങ്ങിക്കണ കൈസ്? എല്ലാത്തിനും ചെറിയ പൈസ ഉള്ളൂ. ഒരു വണ്ടി എന്തായാലും എടുക്കണം വിചാരിക്കും ഞാൻ. കാരണം നമുക്ക് ഈ റേസിൽ ഒരു വണ്ടി എന്തായാലും ആവശ്യമുണ്ട്. പെർഫോമൻസ് നോക്കിയെടുക്കാം അല്ലേ? ഞാൻ നോക്കിയില്ല. സ്പീഡ് ഇതിന് 6.1 ഉണ്ട്. ഇതിന് 6.7 ഉണ്ടല്ലോ. മെർസിഡീസിന് 6.7 ഉണ്ട്. ഇതാണ് എപ്പിക് വണ്ടി, വെലോസ്റ്റർ. ഇതിന് 6 ഉണ്ട്, 4.9. ഇത് കൺട്രോളിങ് 5.7. എടാ ഇതിനാണ് ഏറ്റവും കൂടുതൽ 6.5 അല്ല 6.7 ഉണ്ടല്ലോ ഇവിടെ. ഇത് 6, 6.2, 5.6, 6.5. ഏറ്റവും കൂടുതൽ മെർസിഡീസ് AMG A45 25,000. ഇത് തന്നെ എടുക്കുക. സ്പീഡ് ആൻഡ് ഹാൻഡ്ലിങ് ഏറ്റവും കൂടുതൽ ഇത് തന്നെ. ആക്സലറേഷൻ ഒക്കെ തന്നെ. ഇവനെ തന്നെ വാങ്ങിച്ചേക്കാം. സ്കിന്ന് ഇടാല്ലേ? നമുക്കിടുക. സ്കിന്ന് ഇടണമല്ലോ. ഏതിടും? ഏത് കളർ ഇടും? ഏത് കളർ വേണം ഗൈസ്? ലിവറീസ്. വെറുതെ കളർ സ്കിൻ ഇടാൻ ഏതിടും? കിളിപ്പച്ച. ഇതാണോ ഗ്രോഗുവിൻ്റെ പച്ചയാണ്? വേറെ ആരും കളറിനെ കുറിച്ചിട്ടൊന്നും അധികം പറയുന്നില്ല. പിന്നെ കിളിപ്പച്ചൻ്റെ ഇടാം. ഓക്കെ അല്ലേ? 25,000 CR നമ്മൾ ഈ വണ്ടി എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫോർസ 6 ഫസ്റ്റ് വണ്ടി, നമ്മൾ വാങ്ങിക്കുന്ന ഫസ്റ്റ് വണ്ടി. നമ്മുടെ മാത്രം വണ്ടീൻ്റെ കളർ നോക്കി ഇങ്ങനെ നിൽക്കുന്ന എറിച്ച് നിൽക്കുന്ന. കിക്കിൽ ലൈവ് ആയതുകൊണ്ട് കിക്കിൻ്റെ പച്ച വണ്ടി കൊള്ളാം. ഇവന്മാരുടെ വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഇവർ പോകുന്നത്? നമ്മളെ മാത്രം നോക്കിയിട്ടോ. അവരുടെയൊക്കെ മോഡൽ വണ്ടികളാണ് തോന്നുന്നത്. എങ്ങനെയും ഇവന്മാർ ഇടിച്ച് തള്ളിയിട്ടിട്ടാണെങ്കിലും കാണാം.
എങ്ങനെയെങ്കിലും മുന്നിട്ടാണ്. നമ്മൾ 6th പൊസിഷൻ. RDR2 ഇപ്പോൾ 1.2K ഉണ്ട്. കാണോ നെക്സ്റ്റ് സമ്മർ സെയിൽ വരും. അപ്പോൾ സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ 1200 കുറേ കാലമായിട്ട് RDR2 കിടക്കണം. RDR2 കുറേ കാലമായിട്ട് എപ്പിക്കിലും സ്റ്റീമിലൊക്കെ 1200 ഈ പ്രൈസ് റേഞ്ചിലൊക്കെ കിടക്കുന്നത്. കുറയാൻ സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറഞ്ഞേക്കാം. പക്ഷേ 1200 വാങ്ങിച്ചു കഴിഞ്ഞാലും ബ്രോ ആ ഗെയിം ലാഭമാണ്. അത്രയും അടിപൊളി ഗെയിമാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സമ്മർ സെയിലിന് കുറയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിലും പ്രൈസ് കുറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. മേ ബി കുറയാനും കുറയാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗെയിം കളിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ആ പ്രൈസിന് എടുത്താലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത് ലാഭമാണ്. കാരണം അതിനുള്ള മുതലുണ്ട് ഗെയിം. ഹക്കിമി ഇപ്പോൾ ഇല്ല ബ്രോ. പബ്ജി നമുക്ക് നൈറ്റ് വല്ലതും കളിക്കാം. നമുക്ക് ഈ റേസിൽ എങ്ങനെയെങ്കിലും ഫസ്റ്റ് അടിക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും നമുക്ക് ഫസ്റ്റ് അടിക്കാം. നമ്മൾ അടിക്കുക ഗൈസ്, ഫസ്റ്റ് അടിക്കുക. പ്രോഗ്രഷൻ 74 ആയി. അയ്യോ, അവിടെ നിന്ന് ഒക്കെ മാറി എന്താണ് രണ്ടിനും കൂടി അടിച്ചിട്ട്. അപ്പോൾ കാണാൻ 3ാമത്തെ ഒരുത്തം എന്തായി. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കയറുമ്പോൾ അവനോട് ആ ഫ്രണ്ടിൽ പോകുന്നത് അവനെ പിടിക്കാൻ പറ്റും തോന്നില്ല. കൺട്രോളിൽ കളിച്ച് നോക്കിയിട്ടില്ല. അവനെ പിടിക്കാൻ കിട്ടില്ലടാ. ബോയി നൈഫ്. അത് CS നൈഫൊക്കെ ഇട്ടിട്ട് വന്നിക്കണം. CS-നകത്തൊരു നൈഫുണ്ട്, ബോയി എന്ന് പറയുന്നത്. റാമിൻ്റെ പ്രൈസിന് കുറയാൻ സാധ്യതകൾ ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ AI-ൻ്റെ ഈ ഒരു ഡിമാൻഡൊക്കെ കാരണം ഇനി റാമിൻ്റെ പ്രൈസ് കൂടാനേ സാധ്യതയുള്ളൂ. ഞാനത് പണ്ട് പറഞ്ഞ സംഭവം ഇത്. ഇനി ഈ കൺസ്യൂമർ ഗ്രേഡിനകത്ത് PC ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇനി പയ്യെ ഇല്ലാതാവും. എല്ലാവരും ക്ലൗഡ് ഗെയിമിങ്ങിലേക്ക് മാറും. ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം, അത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും പണ്ട് PC ബിൽഡ് ചെയ്തുകൊണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും PC ബിൽഡ് ചെയ്യാനോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഗെയിമിങ്, നമ്മുടെ അടുത്ത ജനറേഷനിലുള്ള പിള്ളേരെല്ലാം ഗെയിം കളിക്കാൻ പോണത് മിക്കവാറും ഇതിനകത്തായിരിക്കും, ക്ലൗഡ് ഗെയിമിങ്ങിലായിരിക്കും. കൺസ്യൂമർ ഗ്രേഡിൽ PC ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്തായാലും അധികം വൈകാതെ നിൽക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. എത്ര കൊല്ലം എടുക്കുന്നൊന്നും അറിയില്ല. ഒരു 10-20 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ അതായിരിക്കും ട്രെൻഡ്. PC ഗെയിമിംഗ് ഡെഡ് ആവാനൊന്നും പോകുന്നില്ല. പക്ഷേ PC ബിൽഡിംഗ്, ഗെയിമിങ്ങിന് വേണ്ടി PC ബിൽഡ് ചെയ്യുന്ന പരിപാടി നിൽക്കും. മിക്കവാറും ഒരു കോൺസോൾ ലെവലിലേക്കുള്ള സെറ്റപ്പിലേക്ക് പോകും. ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ ഇറക്കുന്നു, സ്റ്റീം ബോക്സ് ആ സാധനം വരുന്നു, Xbox വരുന്നു. അതുപോലെ PC എന്നുള്ളത് ഒരു ക്ലൗഡ് ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ മാത്രമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. അധികം വൈകാത്ത തന്നെ നമുക്കത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, NVIDIA GeForce എന്ന് പറഞ്ഞ സാധനം എല്ലാം ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബിൽഡാക്കണമെങ്കിൽ ഇപ്പോൾ ആക്കണമല്ലോ. അങ്ങനെയല്ല, 20 കൊല്ലത്തേക്ക് ഫ്യൂച്ചർ പ്രൂഫായിട്ടൊരു PC ഒന്നും നമുക്ക് ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ നിലവിലുള്ള ഏറ്റവും കൂടിയ സ്പെക്കുള്ള PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും കൂടിപ്പോയൊരു 4-5 കൊല്ലം സ്മൂത്തായിട്ട് ഓടിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ മേലേക്ക് നമുക്കൊരിക്കലും ഒരു PCൻ്റെ ഒരു ഇത് കിട്ടില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 കൊല്ലം, അതും ഭയങ്കര ലോ ക്വാളിറ്റിയിലൊക്കെ ഗെയിം കളിക്കുക എന്നുള്ളതല്ലാതെ വലിയ സംഭവമൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ പ്രൈസെല്ലാം കൂടുന്നതിൻ്റെ റീസൺ ഇതാ. PC ഗെയിമിങ്ങിന് ഇപ്പോൾ നല്ലൊരു ടൈമല്ല ബിൽഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ അവരുടെ സ്റ്റീം മെഷീൻ ഇറക്കുന്നത്. കാരണം ഇപ്പോൾ ഗെയിം കളിക്കുന്നതിൽ മെജോറിറ്റി യൂസേഴ്സ് PC യൂസേഴ്സാണ്. PC ഗെയിമേഴ്സാണ് മെജോറിറ്റി ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് PC ഗെയിമേഴ്സാണ്. അപ്പോൾ ഈ PC ഗെയിമേഴ്സിനെ
അടുത്ത് എല്ലാവരും കോൺസോളിൽ അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് പോകുന്നതിനും ഭേദം സ്റ്റീമിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗെയിം കളിക്കുന്നത്. ക്രാക്ക് കളിക്കുന്നവരെ ഇതിനകത്ത് കൂട്ടുന്നില്ല. അപ്പോൾ സ്റ്റീമിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് സ്റ്റീമിൻ്റെ തന്നെ സ്വന്തം ഒരു മെഷീൻ ഇറക്കി കഴിഞ്ഞാൽ അതല്ലേ ലാഭം. മനസ്സിലാവുണ്ടോ? Okay, Sensei. I have set your route to the dirt race event. ഇനി നമ്മൾ ഡേർട്ട് റേസിലേക്കാണ്. അടുത്ത ഡേർട്ട് റേസ്. I had some rumors about what we might be up against, and that mech in the festival site is starting to look really suspicious. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം മെഷീനൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാനേതായാലും വാങ്ങിക്കാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാടാ. നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഗെയിം കളിക്കാനൊക്കെ നൈസായിരിക്കും. സ്റ്റീം മെഷീൻ ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ ജനറേഷൻ സാധനമൊക്കെ ഇറക്കി വരും. എന്താല്ലേ സാധനം. 200 meters. Turn sharp left. ഗുഡ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ പറയുക, പ്രീ ബിൽഡ് പി സി കിട്ടുകയാണെങ്കിൽ Turn left. നല്ല ബ്രാൻഡിൻ്റെയൊക്കെ ആണെങ്കിൽ വേണേൽ അതെടുത്തോ. അല്ലെങ്കിൽ വലിയ തരക്കേടില്ലാത്ത സ്പെക്കിൻ്റെ സെക്കൻഡ്സ് പി സി കിട്ടിയാലും എടുക്കുന്നത് ലാഭം തന്നെ. ഷഫാപുറോ ഇവന്മാർക്കൊന്നും വലിയ ബുദ്ധിയില്ല, മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും പി സി ബിൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത മണ്ടന്മാരാണ്. Recalculating route. In 100 meters. നിങ്ങൾ തൃശ്ശൂരുള്ള ആരെങ്കിലും ഉണ്ടോ ചാറ്റിൽ? തൃശ്ശൂർ In 400 meters. Turn right. തൃശ്ശൂരുള്ള എത്ര ആൾക്കാരുണ്ട് ചാറ്റിൽ? ആരെങ്കിലും ഉണ്ടോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരെങ്കിലും? Turn right. In 200 meters. Turn sharp left. ഇതാണ് നമ്മുടെ ഇവൻ്റ്. ഓക്കെ, നമുക്ക് ഏത് വണ്ടി എടുക്കാം? നമുക്ക് ലാൻസർ എടുക്കാം. ലാൻസറാണ് നല്ലത്. ലാൻസർ 5.3 അല്ലേ, 6.7 ഉണ്ട്. സ്പീഡ് നോക്കിയിട്ടാണെങ്കിൽ എന്നാൽ പിന്നെ തന്നെ എടുക്കാം. കണ്ണൂരാണോ? അടിപൊളി. തൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ചാറ്റിൽ? ഗൈസ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കല്ലേ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടോ. ആണോ? തൃശ്ശൂരിനൊന്നും ആരുമില്ല. വണ്ടി തുള്ളി പോകുന്ന നോക്കിയാ. ഇങ്ങനത്തെ കുറേ റേസുകളുണ്ട് കേട്ടോ ഇതിനകത്ത്. പക്ഷേ ഏറെക്കുറെ ഒരു സിമിലർ ഫീൽ കിട്ടുന്ന റേസ് നമ്മുടെ ഫോർസ 5 ഉണ്ട്. അതെനിക്ക് ഞാൻ ബ്രോങ്കോ വെച്ച്